നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണല്ലോ ഭരണഘടന. ഈ ഭരണഘടനയോട് ഉള്ള RSSൻ്റെ നിലപാട്, സമീപനം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 1925 RSS രൂപീകൃതമാകുന്നത്. ആ കാലം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ശക്തി ആർജിച്ച കാലമാണ്. എന്നാൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളോട്, അതിൻ്റെ പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് തീർത്തും വിയോജിച്ച സംഘടനയായിരുന്നു RSS. അത് വലിയ തോതിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോവുകയായിരുന്നു, പരസ്യമായിരുന്നു അത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകി. ആ ഭരണഘടന രൂപം കൊണ്ട അപ്പം തന്നെ RSS അതിനോട് വിയോജിച്ചു. അതിൽ അതൃപ്തി, അതിലുള്ള അസന്തുഷ്ടി അവർ മറച്ചുവെച്ചില്ല, പരസ്യമായി രേഖപ്പെടുത്തി. മാത്രമല്ല, ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത്? ഇതെല്ലാം ആവശ്യം മനുസ്മൃതിയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. ഇത് 1949 നവംബർ 30 RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ വ്യക്തമാക്കിയ കാര്യമാണ്, അവരുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ്. 1947 ജൂലൈ 17 ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലുണ്ട്. അതിൽ RSS ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവി നിറത്തിലുള്ളതാകണമെന്നാണ്. അതായിരുന്നു അവരുടെ ആവശ്യം. ആ പതാകയാണ് ഈ ചിത്രത്തിൽ ഉള്ള അവർ പറയുന്ന ഭാരതാംബയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ഇപ്പോൾ ഭരണഘടനയോടും ദേശീയ പതാകയോടും അസഹിഷ്ണുത പുലർത്തിയ ഒരു സംഘടനയാണ് RSS. രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഒന്നല്ലാത്ത ഒന്നിനെ അത് ഔദ്യോഗികമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ബോധപൂർവം RSS ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യസമര കാലത്ത് വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത സംഘടനയാണ് RSS. എന്നാൽ അവർ ആ ഘട്ടത്തിലും മുന്നോട്ട് വെച്ച കാര്യം ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പട നയിക്കണമെന്നായിരുന്നു. ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് അവരന്ന് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാന വിഭാഗം ന്യൂനപക്ഷങ്ങളാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരും. ഇവരാണ് ആഭ്യന്തര ശത്രുക്കളെന്നാണ്. അതേസമയം അന്നത്തെ ബ്രിട്ടീഷ് രാജിന് പൂർണ്ണമായും പാദസേവ ചെയ്യുന്ന നിലയാണ് RSS സ്വീകരിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിട്ടാണല്ലോ നിലനിന്നിരുന്നത്. അത് സ്വതന്ത്ര ഇന്ത്യയിൽ ലയിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ ഏതെങ്കിലും RSSകാരനുണ്ടായിരുന്നോ? ഒരു RSSകാരനും അതിനുണ്ടായിരുന്നില്ല. മാത്രമല്ല, അന്നത്തെ ദിവാന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പോൾ രാജ്ഭവനിലെ ഈ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ഭൂപടമാണോ? അതൊരു നോട്ടത്തിൽ എല്ലാം എന്നാണ് കാണുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഭൂപടമാണ്. ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളെ ഒറ്റ ഹിന്ദുത്വ രാഷ്ട്രമായി ഏകീകരിക്കണമെന്ന RSSൻ്റെ വർഗീയ അജണ്ടയുണ്ട്. ആ വർഗീയ പ്രോജക്റ്റിന് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന
ഒരു പിന്തുണയും പിൻബലവും നൽകിയിട്ടില്ല. അതിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും, ഭരണഘടന നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്.